സ്പെഷ്യൽ മൊമെന്റിനെ കുറിച്ച് ഞങ്ങളടുത്ത് ഷെയർ ചെയ്യാനാണ്. കുറച്ചും മുൻപോട്ട് വരും. നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. പാപ്പൻ സിനിമയുടെ പ്രൊമോഷൻ്റെ തോന്നുന്നു ലാസ്റ്റ് വരുന്നത്. ഞങ്ങളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്തതാണ്. സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി ഒരു സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂപ്പർ ഹിറ്റ് ആവണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത കോവിഡ് സമയത്ത് ചെയ്ത സിനിമയാണ്. ഞങ്ങൾ അന്ന് OTTക്ക് വേണ്ടി ചെയ്ത സിനിമയാണെങ്കിലും ശേഷം അതിൻ്റെ പ്രിവ്യൂവിനൊക്കെ ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അഭിപ്രായവും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയാലും അല്ലാതെ ഞങ്ങൾ ഗിവ് ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ട ജെന്യുവനായിട്ടുള്ള പ്രേക്ഷകരുടെ അഭിപ്രായമൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് തിയേറ്റർ റിലീസായിട്ട് ചെയ്യാമെന്ന് പ്രൊഡ്യൂസറിനായാലും ഒരു ആത്മവിശ്വാസം വന്നത്. യൂഷ്വൽ ഫോമാറ്റിൽ നമ്മൾ കാണുന്നൊരു സിനിമയല്ല ഇത്. ഒരു ഇപ്പം നിങ്ങൾ സയൻസ് ഫിക്ഷൻ, ഏലിയൻ എൻകൗണ്ടർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് വേറൊരു ആംഗിളിലോട്ട് ചിത്രീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വളരെ സില്ലി ഹ്യൂമർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ട് നിങ്ങൾ ആ ഒരു 2 hours താഴെയാണ് സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാഗേജും കൂടാതെ അവിടെ നിന്നിരുന്ന സിനിമ എൻജോയ് ചെയ്തിട്ട് കുറേ ചെറിയ തമാശകളിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് ഗഗനചാരി. അതിൽ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് തരുന്നതും ഏലിയൻ എൻകൗണ്ടറിൻ്റെ ഒരു വേറൊരു പശ്ചാത്തലം കാണിക്കുന്ന, യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സ്കാരി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു യൂഷ്വൽ ക്ലീഷയിൽ നിന്ന് മാറി നിന്നിട്ട് എന്നാൽ അതും ഉൾക്കൊള്ളിച്ച് തന്നെ ഉള്ളൊരു സിനിമയാണ് ഗഗനചാരി. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലേ. സിനിമ എങ്ങനെ എന്ത് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടി. ആൻഡ് നൗ സ്റ്റുപ്പിഡിറ്റി നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടും. നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്ന രാഷ്ട്രീയവും എല്ലാം സില്ലിയാണ്, ആൾക്കാരുടെ ഇൻട്രാക്ഷൻസ് എല്ലാം സില്ലിയാണ്, അതിനകത്ത് സൈഫൈയും സില്ലിയാണ്. പക്ഷേ നമ്മൾ ആ സിനിമ കണ്ടു വരുമ്പോഴത്തേക്ക് ഒരു പുതിയ എക്സ്പീരിയൻസും ഒരു പുതിയ ഫണ്ടും ഒക്കെ കിട്ടും. പിന്നെ ഇങ്ങനത്തെ സിനിമകൾ ഇനി മലയാളത്തിൽ വരണമെങ്കിൽ നമ്മളിത് ഇതുപോലത്തെ സിനിമകൾ വിജയിപ്പിക്കണം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു റിക്വസ്റ്റുകളുണ്ട്. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് മമ്മൂക്ക പടം ചെയ്യാൻ പോണ ആളാണ്, എന്തെങ്കിലും ചോദിക്കണേ, ഞങ്ങൾക്ക് എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോന്ന്. എന്താണ് ചോദിക്കേണ്ടത്? എന്താണ് വിശേഷം? മമ്മൂക്ക സിനിമ ഞങ്ങൾക്ക് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ടോ? എന്ത് പറഞ്ഞാലും അത് ശരിയാവത്തില്ല. അപ്പം എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. അല്ല, സമയമായിട്ടില്ല, പറയാനുള്ള സമയമായിട്ടില്ല ദാസ, കുറച്ച് കഴിഞ്ഞ് പറയാം. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് നല്ല വർക്ക്സിലൊക്കെ പോയി ഇനി കുറച്ച് വിഷ്വൽസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. സോ താങ്ക് യു. ഇനി ഗഗനചാരിയുടെ വിഷ്വൽസ് നമ്മൾ കാണാറായിട്ടില്ല, പക്ഷേ കുറച്ച് ലിറിക്കൽ വീഡിയോസ് ആൽബം ഒക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ ഒരു സോങ്ങിലേക്ക് കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.